ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ള രാജ്യം ഏതാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. മെഡൽ പറയുമ്പോൾ ഫസ്റ്റ് ഉള്ളത്, സെക്കൻഡ് ഉള്ളത്, തേർഡ് ഉള്ളത്, ഇങ്ങനെ ഉള്ള ട്രോഫീസ് അല്ലെങ്കിൽ ട്രോഫി ആവില്ല, സെക്കൻഡും തേർഡൊക്കെ ആകുമ്പോൾ ആ മെഡലാണല്ലോ കിട്ടുക. അപ്പോൾ അത്തരത്തിൽ എത്ര ഫസ്റ്റ് നേടിയിട്ടുണ്ട്, എത്ര സെക്കൻഡ് നേടിയിട്ടുണ്ട്, എത്ര തേർഡ് പ്ലേസ് ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ രാജ്യങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ളത് ജർമ്മനിയാണ്. അവർ 4 തവണ വിൻ ചെയ്തിട്ടുണ്ട് ട്രോഫി. പിന്നെ 4 തവണ റണ്ണറപ്പ് ആയിട്ടുണ്ട്. പിന്നെ 4 തവണ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. 5 തവണ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. 2 തവണ റണ്ണർ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 തവണ മൂന്നാം സ്ഥാനം നേടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇറ്റലിയാണ്. ഇറ്റലി 4 തവണ വേൾഡ് കപ്പ് നേടി, 2 തവണ അവർ റണ്ണറപ്പ് ആയി, പിന്നെ 1 തവണ മൂന്നാം സ്ഥാനക്കാരായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4ാം സ്ഥാനത്തുള്ളത് 2 ടീമുകളുണ്ട്, ഒന്ന് അർജന്റീനയും ഒന്ന് ഫ്രാൻസും. അർജന്റീനയുടെ കാര്യം എടുത്താൽ അവർ 3 തവണ വിന്നറായി, അതുപോലെ തന്നെ 3 തവണ റണ്ണറപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിന്റെ അടുത്ത 2 തവണ വിന്നേഴ്സ് ആയിട്ട് ഉണ്ട്, 2 തവണ റണ്ണറപ്പ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ 2 തവണ അവർ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞുള്ള സ്ഥാനത്ത് ഏതൊക്കെ ടീം നോക്കിയാൽ 5ാം സ്ഥാനത്ത് വരുന്നത് നെതർലാൻഡ്സ് ആണ്. അവർ 3 തവണ റണ്ണറപ്പ് ആയിട്ട് മടങ്ങിയിട്ടുണ്ട്, 1 തവണ മൂന്നാം സ്ഥാനക്കാരായി മടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിസ്റ്റിലുള്ളത് നമ്മുടെ സ്വീഡനും ക്രൊയേഷ്യയാണ് വരുന്നത്. ഈ 2 ടീമുകളും ഓരോ വീതം റണ്ണറപ്പ് ആയിട്ടുണ്ട്, 2 തവണ വീതം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ പിന്നെ വരുന്ന ടീമുകൾ ഉറുഗ്വേ, ചെക്ക് റിപ്പബ്ലിക്, അതുപോലെ തന്നെ ഹംഗറി. ഇതിൽ ഉറുഗ്വേന്റെ കാര്യം എടുത്താൽ അവർ 2 തവണ വിന്നേഴ്സ് ആയിട്ടുണ്ട്, വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെക്കോ സ്ലോവാക്യാണ്, അവർ 2 തവണ റണ്ണറപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഹംഗറിയും ഇതുപോലെ തന്നെ 2 തവണ റണ്ണറപ്പ് ആയിട്ടുണ്ട്. പോളണ്ട് 2 തവണ തേർഡ് പ്ലേസ് വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി നോക്കുകയാണെങ്കിൽ ഓസ്ട്രിയ, ബെൽജിയം, ചിലി ഇവരൊക്കെ ഒരു തവണ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോർച്ചുഗല്, തുർക്കി, USA ഇവരും ഓരോ തവണ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ സ്പെയിന് 1 തവണ അവർ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലണ്ടും 1 തവണ അവർ വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടീമുകളൊക്കെയാണ് ഈ ഒരു മെഡലുകൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു വേൾഡ് കപ്പിൽ ഇനി പുതിയ അത്ഭുതങ്ങൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ഈ ഒരു വേൾഡ് കപ്പ് ഏത് രാജ്യമായിരിക്കും നേടുക എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.